ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ കാർഡ് മേക്കിംഗ് കണ്ടാലോ? ആദ്യം തന്നെ ഞാൻ കളർ പേപ്പറിൽ ഇങ്ങനത്തെ കുട്ടി കുട്ടി ഹേർട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പേപ്പറാണോ അതെടുക്കുക. ഞാനിവിടെ A4 ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ സെൻറ്ററിലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹേർട്സ് എല്ലാം ഇതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണേ. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ സെൻറ്ററിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. നമുക്കിതൊരു ഹേർട്ട് ഷേപ്പിൽ തന്നെയാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനൊരു വലിയ ഹേർട്ടും കൂടി വരച്ചു കൊടുത്തു. അത്യാവശ്യം ഗ്യാപ്പൊക്കെ വിട്ടിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഈ ഒരു കാർഡും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്ന കാർഡ് എപ്പോഴും സ്പെഷ്യൽ ആണല്ലേ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിതിൻ്റെ ഫ്രണ്ട് പേജിൽ ബോർഡർ വരച്ചു കൊടുക്കുകയാണ്. ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. ഇനി നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ബർത്ത്ഡേൻ്റെ ഡേറ്റ്സ് ഒക്കെയാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഞാനിത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓളുടെ ബർത്ത്ഡേ August 14 അപ്പോൾ ഞാൻ മുകളിൽ ഓഗസ്റ്റ് എന്ന് എഴുതി കൊടുത്തിട്ട് പിന്നെ ഒരു ഡേയും ഡേറ്റ്സും ഒക്കെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, നിങ്ങൾക്ക് കലണ്ടർ കിട്ടും. ഇനി ഓളുടെ ബർത്ത്ഡേ 14 ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ഹേർട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ക്യൂട്ടാണ്. ഇനി നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഒരു A4 ഷീറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സെയിം സൈസിൽ കളർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണേ. ഫ്രണ്ട് പേജ് ഒന്നുകൂടെ ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ മാർക്കർ യൂസ് ചെയ്തിട്ട് ഒരു ഹേർട്ടും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാതെ റെഡ് കളർ പേപ്പറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി രസമായിരിക്കും. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ഇനി അതിൻ്റെ അകത്ത് ഞാൻ ആദ്യം പെൻസിൽ യൂസ് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുത്തു. അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ മാർക്കർ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് എഴുതി കൊടുക്കുകയാണേ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോർഡർ വരച്ചു കൊടുത്തു. നെക്സ്റ്റ് ഞാൻ ഈ ഒരു പേപ്പർ ഡോയിലിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അതൊരു കോർണറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒരു ത്രെഡാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. ഈ ഒരു മിനി കാർഡിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കാം. ഈ കാർഡ് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ത്രെഡ് ഇവിടെ ഒട്ടിച്ചു കൊടുത്തത്. പക്ഷെ അത് കെട്ടിക്കൊടുത്തപ്പോൾ എനിക്ക് ആ ഒരു കളർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ത്രെഡ് വൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ ഒരു വൈറ്റ് പേപ്പറിൽ സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തു. അത് ഞാൻ ഇതേപോലെ സൈഡിൽ സ്റ്റിക്ക് ചെയ്യാണേ. ഇതിൽ കാണിക്കുന്ന ഈ ഒരു കാർഡിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ പ്രിൻ്റ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു വൈറ്റ് പേപ്പറിൽ ഫേവറേറ്റ് പേഴ്സൺ എന്നൊക്കെ എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. എൻ്റെ അടുത്തുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു പേജ് സെറ്റാക്കി. ഇനി രണ്ടാമത്തെ പേജിൽ നമ്മൾ കുറച്ച് കോഡ്സാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വിഷസോ എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒരുപാട് കോഡ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തന്നെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്കിനി എന്തൊക്കെ വീഡിയോസാണ് കാണാൻ ഇഷ്ടമുള്ളതെന്ന് കമൻസിൽ പറഞ്ഞാൽ മതി കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ വീഡിയോസും ഞാൻ ചെയ്യാം. നമ്മളിപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.